അപ്പോൾ നിങ്ങളെ പ്രത്യേകം ഒന്ന് അഭിനന്ദിക്കാനുള്ളത്, കറണ്ട് പോയ സമയത്ത് ടീച്ചർ ഇവിടെ സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ നിശബ്ദമായിരുന്നു. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ ദിവസം പല ആക്ടിവിറ്റി ചെയ്യുമ്പോഴും നമ്മൾ ഈ നിശബ്ദതയെക്കുറിച്ച്, ശാന്തതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും തൊട്ട് മുമ്പ് സോണി സാർ പറഞ്ഞത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്നുള്ള വചനം പറഞ്ഞു. നമ്മൾ നേരത്തെ പോയ ആ 7 സ്റ്റേഷൻസിലെ പഠനം നിശബ്ദതയെക്കുറിച്ച് തന്നെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ശീലിക്കണം. നമ്മുടെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. കുറച്ച് നേരം വെറുതെ ഇരിക്കണം, ഒന്നും ചെയ്യാതെ ഇരിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കസേരയൊക്കെ നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിങ്ങൾ ആരും കസേര തൊട്ടിട്ടില്ല. എഴുന്നേറ്റപ്പോൾ ഈ കസേര ഒന്ന് ഞരങ്ങിയില്ലേ? ഇത് സിംഹമാണ്, ഗർജിച്ചില്ലേ? ഇപ്പോൾ കസേര ഒരല്പം പോലും ശബ്ദം കേൾപ്പിക്കാതെ ഒന്നിരുന്ന് കസേരയുടെ ശബ്ദം കേൾക്കാതെ. ഇനി നിങ്ങളുടെ ശബ്ദം കേൾക്കരുത്, കസേരയുടെ ശബ്ദം കേൾക്കണം. ഒന്ന് എഴുന്നേറ്റ് കസേര. നമ്മൾ ഈ ചില ആശ്രമങ്ങളിൽ പിന്നെ ഈ സെമിനാരീസിന്റെ കൂടെയൊക്കെ കുറച്ച് അവർക്ക് ജീവിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവര് ഈ ഇതുപോലത്തെ കസേരയൊന്നുമല്ല, നല്ല തടിയിൽ ഉറപ്പുള്ള കസേരയൊക്കെയാണ്. അപ്പൊ അവർ ഈ ഡൈനിങ് ഹാളിലൊക്കെ വന്നപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നിട്ട് എഴുന്നേക്കാനായിട്ട് ഒരു ബെല്ലടിക്കും. ഇങ്ങനെ ഒരു ബെല്ല് കേൾക്കുമ്പോൾ ഈ ബ്രദേഴ്സ് എഴുന്നേക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. ഇങ്ങനെ എന്നിട്ട് കസേര ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഒരു ശബ്ദവും കേൾക്കുന്നത് മനസ്സിലായി. അവർ എഴുന്നേക്കുന്നത് ഇങ്ങനെയാണ്, കസേരയോട്ട് എഴുന്നേക്കുന്നത്. കാരണം എന്താണ്? അവരിയ്ക്കുമ്പോൾ പുറകോട്ട് ഇറക്കി വെച്ചാണ് ഇരിക്കുന്നത് അല്ലേ? അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ കസേരയെ പൊക്കിയെടുത്ത് ഈ ടേബിളിനടിയിലേക്ക് കയറ്റി എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കസേര ഒട്ടും ശബ്ദം കേൾക്കാതെ എടുത്ത് നീക്കി വയ്ക്കാനും ഇരിക്കാനും എഴുന്നേക്കാനൊക്കെ നമ്മളത് പരിശീലിക്കേണ്ടതാണ്. അപ്പോൾ അത് ശാന്തതയെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഇരിക്കുകയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കസേര മാറ്റാനൊക്കെ പറയുമ്പോൾ ഒച്ച കേൾപ്പിക്കാതിരിക്കേണ്ട ശ്രദ്ധിക്കുക. നമ്മൾ അടുത്ത ഒരു ചോദ്യമാണ്. ഈ സംഖ്യാ പുസ്തകത്തിന് എന്തിനായിരിക്കും സംഖ്യ എന്നുള്ള പേര്? എന്തുകൊണ്ടായിരിക്കും? കുറിച്ച് കൂടുതൽ പറയുന്നത് മറ്റുള്ള അതേ നമ്പേഴ്സ് ഒന്നും പറയുന്നത്. ഓക്കെ, ഒരുപാട് സംഖ്യകളെ കുറിച്ച്, കണക്ക് കൂട്ടലുകളെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഗെയിം പഠിപ്പിക്കാൻ ചെയ്യിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമ്മളുടെ ജീവിതത്തിലും ചില കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ ഈ കണക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിലർ പറയുന്നത് പോലെ ഭൂമിയുടെ സ്പന്ദനം തന്നെ കണക്കിൽ നമുക്ക് പറയുന്നത് പോലെ അങ്ങനെയല്ല. നമുക്ക് കൃത്യമായിട്ട് ജീവിതത്തെ ഒന്ന് വിലയിരുത്താനും അതൊന്ന് പഠിക്കാനും അതിന് ചില കണക്കൂട്ടലുകളോടൊക്കെ എത്ര വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയാവണം, അല്ലെങ്കിൽ കഴിഞ്ഞ ഇത്ര നാളുകൾക്കുള്ളിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് എന്ത് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് പുറകോട്ടും മുന്നോട്ടും ഒക്കെ കണക്കുകൾ കൂട്ടി ഒരു വ്യക്തതയിലൂടെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പോകുകയാണ് സാറേ ഒരു നിമിഷം. അപ്പൊ നിങ്ങൾ കളിക്കൂട്ടങ്ങളെല്ലാം ഒന്ന് വൃത്തിയായിട്ട് വട്ടത്തിലിരുന്ന് കസേര വച്ച് കെട്ടിക്കരുത്, ഒന്ന് ശരിയാക്കി തരുന്നേ നോക്കട്ടെ. നമ്മുടെ ഈ വർഷത്തെ DFFന്റെ ഒരു പാട്ടിടും. ഈ പാട്ട് ഇടുമ്പോൾ നിങ്ങൾ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കും. എന്നിട്ട് കളിക്കൂട്ടമില്ല, നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നമ്മൾ നൃത്തം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ പാട്ട് നിൽക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിലുള്ള എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ പെട്ടെന്ന് സെറ്റാണ്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, റെഡിയല്ലേ? മനസ്സിലായില്ലേ? നമ്മൾ പാട്ടിടുമ്പോൾ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കുന്നു. ഇതിനകത്ത് കളിക്കൂട്ടങ്ങളായിട്ടല്ല, നമ്മൾ ഒരുമിച്ച് ഇടകലർന്ന് ഡാൻസ് കളിക്കുകയാണ്. പാട്ട് നിൽക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾക്ക് തന്ന വർഷത്തിലെ ഒരു ചോദ്യമാണ്. ആ
ചോദ്യത്തില് ഉത്തരം എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ ആ എണ്ണത്തിനനുസരിച്ച് നിൽക്കണം. ഉത്തരം 2 ആണെങ്കിൽ 2 പേര് പെട്ടെന്ന് സെറ്റാകുക, 5 ആണെങ്കിൽ 5 പേര് വീതം പെട്ടെന്ന് സെറ്റാകുക. കളിക്കൂട്ടം നോക്കട്ടെ. ഓക്കെ, അപ്പോൾ പാട്ട്. ചോദ്യം വരുന്നു, ഇസ്രയേലിൽ എത്ര ഗോത്രങ്ങളുണ്ട്? ഉത്തരം പറയാനല്ല പറഞ്ഞത്, അത്രയും പേര് വീട്ടിൽ നിൽക്കാനാണ് പറഞ്ഞത്. പെട്ടെന്ന് 12 പേരുണ്ടെങ്കിൽ മാസത്തിലെ എത്രാം ദിവസം പെസഹ ആഘോഷിക്കാനാണ് മോശ ഇസ്രായേൽ ജനത്തെ അറിയിച്ചത്? എത്ര പേരുണ്ട്? 14. സമാധാന ബലിക്കായി അർപ്പിക്കാനുള്ള കോലാടുകളുടെ എണ്ണം എത്ര? സമാധാന ബലിക്കായി അർപ്പിക്കാനുള്ള കോലാടുകളുടെ എണ്ണം
ചെയ്യുക പറ്റും അല്ലെ. ഒന്ന് തപ്പും അവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പതിയെ നമ്മൾ എന്നോടല്ലാത്ത ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ മാറി കളയും. പക്ഷെ അത് ഒഴിഞ്ഞ് മാറാൻ പാടില്ല. ഒഴിഞ്ഞ് മാറാതെ നമ്മുടെ വിശുദ്ധഗ്രന്ഥത്തെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കാൻ ചില ആളുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അവരോടൊക്കെ മറുപടി പറയാൻ നമുക്കുണ്ടാകണം. നമുക്ക് വചനം പ്രവർത്തിക്കാനായിട്ട് പറ്റണം. നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൽ വചനം പറയേണ്ട സാധിക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ വചനം ഉണ്ടാകണം. അത് ആഴത്തിലുണ്ടാകണം. വെറുതെ വായിച്ചു കിട്ടാത്തവരെ പഠിക്കണം. അതിന് ഇങ്ങനെയുള്ള ചെറിയ കളികളൊക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ കുറച്ച് ചോദ്യങ്ങളൊക്കെ വന്നല്ലേ, ചോദ്യങ്ങൾ വന്നിട്ടാണ് അവരുടെ വായിച്ചു കിട്ടാൻ പോരായിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരം അങ്ങോട്ടുണ്ട്, അത് കണ്ടുപിടിക്കണമെന്ന് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകാനൊരു തോന്നൽ നമുക്ക് വന്നില്ലേ. പഠിച്ചല്ലോ, ഇന്ന് പഠിച്ച കാര്യങ്ങൾ മറക്കരുത്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇതുണ്ടാവും. അതുപോലെ ബൈബിള് വായിക്കാറുണ്ടാവും. ഞാൻ അത് വീണ്ടും ചോദിച്ചാൽ ഏറ്റവും എടുത്ത് ചോദിച്ച ഉദ്ദേശം മുതൽ ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9. എന്നെ കണ്ടിട്ടുണ്ട് 9 പേര്. നമ്മൾ 9 പേരല്ല, നമ്മളിന്ന് ഏകദേശം ഇവിടെ 50 മുതൽ ആൾക്കാരുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും വായിക്കാം. നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല ഇത് വായിക്കാൻ കൊള്ളില്ലാത്ത പുസ്തകം വന്നിട്ടുണ്ടാകും. ഇല്ല, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ്. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ വായിക്കണം. നമ്മുടെ പ്രായം വെച്ച് പല ആവർക്കും നമ്മൾ വായിച്ച് കഴിയേണ്ട സമയമായി. അപ്പോ ഇന്നോട്ടൊരു തീരുമാനം എടുക്കുക. അരമണിക്കൂറെങ്കിലും നമ്മൾ ഒരു ദിവസം പോട്ടെ 20 മിനിറ്റ്, 10 മിനിറ്റ് കൂടി കുറയ്ക്കാം. ഒരു 20 മിനിറ്റ് ഞാൻ എൻ്റെ വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനായിട്ട് വായിക്കാനായിട്ട് മാറ്റിവെക്കുന്ന തീരുമാനം എടുക്കുക. എല്ലാ ദിവസവും ഒന്ന് നമ്മൾ ജപമാലയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുടുംബപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബൈബിൾ വായിക്കുമായിരിക്കും. പക്ഷെ അതുകൂടാതെ ഓടൊന്ന് വായിച്ചു പോകാനൊരു പരിശ്രമം ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. നമ്മുടെ ബോബൻ സാറുണ്ട്. ബോബൻ സാറാണ് നമ്മുടെ ഈ BFFന്റെ ടെക്സ്റ്റ് പേപ്പറിൻ്റെയൊക്കെ നമ്മുടെ ഇതിന്റെ BFFന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ് ബോബൻ സാറ്. ബോബൻ സാറിന് നിങ്ങളെ പരിചയപ്പെടുന്ന കാര്യമല്ല, ഇതെല്ലാം മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞ സാറാണല്ലോ അല്ലേ, അറിയാലോ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ സാറിന് മൈക്ക് കൈമാറുകയാണ്. നമ്മളിത് രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ നമുക്ക് ഓരോരുത്തർ പിന്നെ വന്നുകൊണ്ടിരുന്നുകൊണ്ട് ആണ് നമ്മളത് വിട്ടത്. നിങ്ങൾ കുറച്ചുകൂടി അധികാരത്തിൽ പറയാനും കഴിയുക ബോബൻ സാറിനാണ്. പിന്നെ ബോബൻ സാറിന് പറഞ്ഞത് ലക്ഷ്യമുണ്ട്. ഓരോ ഗെയിമിനും ഓരോ ലക്ഷ്യമുണ്ട്. ഒരു ക്യാരക്ടർ ഡെവലപ്പിംഗ് ഉണ്ട്, ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഒരു വർക്ക്ഷീറ്റ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയാം. ഒന്നെടുത്തിട്ടാണ് അടുത്ത കഴിഞ്ഞു അത് കഴിഞ്ഞ ഓക്കെ. ഒന്ന് ബാക്ക് ശ്രദ്ധിച്ചായിരുന്നു. ആദ്യം നടന്ന എന്തായിരുന്നു? ബൈബിൾ കോഴ്സ് അറിയാമല്ലോ. എങ്ങനെയാണ് ബൈബിൾ കോഴ്സ് നടത്തേണ്ടതെന്ന് അറിയാമല്ലോ. എല്ലാ ദിവസവും നടത്തേണ്ട കാര്യമാണ് ബൈബിൾ കോഴ്സ്. അതെങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ദീപം തെളിയിക്കുന്ന കാര്യം, പ്രമുഖർക്ക് അവസരം കൊടുക്കുന്ന കാര്യം, പ്രാർത്ഥന ഗാനവും വിശ്വാസ പ്രമാണവും ചൊല്ലുന്ന കാര്യം. അടുത്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ 12 മണിയാകുന്ന നേരത്ത് ഏഞ്ചലോസ് ചൊല്ലുന്ന കാര്യം മറക്കല്ലോ. സാധാരണ മറ്റേ മൊബൈലിനകത്ത് മണി സൗണ്ടാണ്, ചർച്ച ബെല്ലിന്റെ സൗണ്ട് വലിയ ചേർന്ന് ഇട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ എല്ലാവരും മറന്നുപോയി ആ സമയം. അല്ലെങ്കിൽ കറക്റ്റ് 12 മണിയാകുമ്പോൾ നമ്മൾ ഏഞ്ചലോസ് ചൊല്ലാൻ ഒരു കാരണവശാലും മറക്കരുത്. പിന്നീട് ഡെയിലി സ്കിറ്റ് ഉണ്ട്. ഡെയിലി സ്കിറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇപ്രാവശ്യം 3 സ്കിറ്റാണുള്ളത്. ആദ്യത്തെ 2 ദിവസത്തേക്ക് വേണ്ടി ഓരോ സ്കിറ്റും, അവസാന ദിവസത്തേക്ക് വേണ്ടി ഒരു സ്കിറ്റും. ഈ ഡെയിലി സ്കിറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ഡെയിലി സ്കിറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? എന്താണ് അന്നത്തെ ദിവസം നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഡെയിലി സ്കിറ്റ്. അപ്പൊ അതിന് ഒരു ടീമിനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അടുത്തത് 5 പാട്ടുകളുണ്ട്. ഇപ്പൊ നിങ്ങളെല്ലാവരും ഡാൻസ് കളിച്ചില്ല, അങ്ങനെ ആ രീതിയിൽ 5 പാട്ടുകളുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ടീമിനെ റെഡിയാക്കി നിർത്തിയിട്ട് നിങ്ങൾ അവർക്ക് ഒരു ആക്ഷൻ സോങ് പഠിപ്പിച്ചു കൊടുക്കുകയും ഈ പാട്ടുകൾ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുകയും ആ ഡാൻസ് പഠിപ്പിക്കുകയും ചെയ്യണം. 5 പാട്ടുകൾ ഇതിനു വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്. അടുത്തത് 3
പ്രവർത്തനമല്ലേ ഉള്ളത്. ത്രികാല ജപം പറഞ്ഞു. ഈ കാര്യം ഇനി പറയേണ്ട കാര്യമില്ല, ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. ഇപ്പോൾ കുട്ടികൾ വരുവാണെങ്കിൽ ആ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റണം. കണ്ടക്കടൽ പുറകിൽ ഒരു ദിവസം ആലപ്പുഴ ഈ 3 പുറകിലെ ക്ലാസ് നടന്നിരിക്കുകയാണ്. ഭയങ്കര ആൾക്കാർ 150-200 പേരെ കണ്ടു. ഭയങ്കര റഷായിട്ട് ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞു ഞാനിങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞ് ക്ഷണിച്ചത് പെട്ടെന്നൊരു പയ്യൻ സാറ് കയറി എനിക്ക് എന്നെ നീക്കി വാങ്ങിച്ചെന്ന് പറഞ്ഞു, സാറേ 150 രൂപ മേടിച്ചിട്ട് കടലക്കറി തന്നെ കത്തിക്കരുത്, ഞങ്ങൾക്ക് നോയിക്കില്ല, ചിക്കൻ കറി തരാം. നിങ്ങളൊന്ന് എൻ്റെ അമ്മ ഓർക്കണമെന്ന് തോന്നുന്നത് ഈ കാര്യം. ഇത് വന്ന സാറ് അത് പ്രതീക്ഷിച്ചെങ്കിൽ കുട്ടികൾ പ്രതീക്ഷിച്ചു. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ചിക്കൻ കൊടുക്കണ്ടാവും. ഒരു ദിവസം ഒരു ചെറിയ ഇപ്പം മീൻ കഷ്ണമാണെങ്കിലും ഇപ്പൊ ഒരു ആഘോഷമായിട്ടുള്ള ഒരു മീല്, ഒരു ഭക്ഷണം അവർക്ക് ഒരു നേരം കൊടുക്കാൻ നമ്മളൊന്ന് പരിശ്രമിക്കണം. നമ്മളെല്ലാവരും എന്തായാലും ഒരു 100 പിള്ളേരൊക്കെ ഒരു പള്ളിയിൽ കാണത്തുള്ളൂ, അല്ലെങ്കിൽ കൂടുതലുണ്ടാക്കുക. ആ കാര്യത്തിലൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് ദീപികാരന് വണക്കം. ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം നടക്കുന്ന ദീപികാരന് വണക്കം നമ്മളിവിടെ നടത്തി. പള്ളിയിൽ നടത്താൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ആദ്യം പള്ളിയിൽ വെച്ച് ദീപികാരന് വണക്കം എല്ലാവരും നടത്തുക. ഈ ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ഇന്നത്തെ ആശംസകളെന്ന ഒരു പരിപാടി, അതായത് അങ്ങോട്ട് ഈ ബുക്കിൻ്റെ അകത്തെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ ട്രെയിനിങ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ ആരെയും വിളിച്ച് വിസ്തരിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ. തലേ ദിവസം വന്നു എല്ലാ കളിക്കൂട്ടങ്ങളിലേക്കെല്ലാം ഈ 15 ഗെയിമിന്റെ ഷീറ്റും കൊടുത്തു. ഈ 12 രൂപ വന്ന ആൾക്കാരൊക്കെ അവർക്ക് പറഞ്ഞു, നിങ്ങൾ നോക്കുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഈ 15 ആക്ടിവിറ്റിയും അവരവിടെ പ്രസന്റ് ചെയ്യും. അപ്പൊ ഒരു ഗെയിമിംഗ് എങ്ങനെയാണ്, അല്ല ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടതാണ് അത് വായിച്ചു നോക്കിയാലും മനസ്സിലാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഈ പ്രസന്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഓരോ ദിവസവും നമുക്കൊരു കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസകൾ അർപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്, കളിക്കൂട്ടങ്ങൾ തമ്മിലും വ്യക്തിപരമായിട്ട്. ആ കാര്യങ്ങൾ കൂടെ ചെയ്താണ് ഒരു ദിവസത്തേക്ക് അവസാനിക്കുന്നത്, ഒരു ദിവസം അവസാനിക്കുന്നത്. പിന്നെ ബിഎഫിന്റെ ആന്തം ഉണ്ടായിരുന്നു. അതായത് ഒരുമയോട് നീക്കിയിരുന്നു ഞങ്ങൾ എന്നതാണ് നമ്മളിപ്പോ ഏറ്റവും ലാസ്റ്റ് കളിച്ചത്. അതിന് മുമ്പുള്ള ഒരു തീം സോങ് ഉണ്ട്. രണ്ടും ചെയ്ത അച്ഛന്മാരാണ്. ആന്തം തീം സോങ് ചെയ്ത അറിയാം ജോയിച്ചനാണ്. തീം സോങ് ചെയ്തത് കണ്ണൂരുള്ള ലിനോ അച്ഛനാണ്. ആന്തം ചെയ്തത് നമ്മുടെ ജോയി അച്ഛനാണ്. ബാക്കിയുള്ളത് ചിലത് നമ്മുടെ 2 പാട്ടുകൾ നമ്മുടെ ബെന്നിച്ചേട്ടൻ എഴുതിയിട്ടുണ്ട്. 2 പാട്ട് തോമസ് കെ സ്റ്റീവൻ സാർ എഴുതിയിട്ടുണ്ട്. ഒരു പാട്ട് അരുൺ സാർ എഴുതിയിട്ടുണ്ട്. വേറെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മുടെ രൂപതയിലെ സാധാരണക്കാരായ നമ്മളോട് സഹകരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് കമ്പോസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് വളരെ നല്ല പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ നമ്മൾ ഡാൻസൊക്കെ ഇട്ട് പാട്ടുകൾ കളിച്ച് കുട്ടികൾക്ക് വരാൻ തോന്നുന്ന രീതിയിൽ BFF പ്രസന്റ് ചെയ്തിട്ട് പോകും. പിന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എങ്ങനെ BFF അവതരിപ്പിക്കുമെന്ന്? അല്ലെങ്കിൽ ഈ രീതിയിൽ BFF അവതരിപ്പിച്ചാൽ കൊള്ളാം എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ BFF എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എഴുന്നേറ്റ് എനിക്ക് പറയാം, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ എനിക്ക് അയക്കാം, അല്ലെങ്കിൽ സാർമാർക്ക് നിങ്ങൾക്കറിയാവുന്ന ആരുടെ നമ്പറിൽ അയക്കാം. വേറെ ഒന്നിനുമല്ല, കറക്റ്റ് ചെയ്യാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുറച്ചുകൂടെ ഈ നിങ്ങൾ പറഞ്ഞ കറക്ഷൻസ് കൂടെ ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ BFF അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പൊ അത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എഴുന്നേക്കാം, ഇവിടെ നിന്ന് പറയാം. ഈ ആലപ്പുഴ രൂപതയിൽ ഒരു പള്ളിയിൽ ഒരു അച്ഛൻ അനൗൺസ് ചെയ്തെന്ന് കേട്ടു. ഈ കൊല്ലം ആ പള്ളിയിൽ BFF അവതരിപ്പിക്കുന്നില്ല. അതിലേക്ക് മനോഹരമായ ഒരു സാധനം ആ പള്ളിയിൽ അവർ ചെയ്യാൻ പോകും. 2 കാര്യം അച്ഛനോട് ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, എന്തായിരുന്നു BFFന്റെ കുറവ്? ഇനി BFF അച്ഛൻ അവതരിപ്പിക്കാൻ പോകുന്ന ആ ഇവന്റിനെ കുറിച്ച് ഞങ്ങളെ ഒന്ന് പങ്കെടുക്കാൻ അനുവദിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എടുക്കാമല്ലോ എന്നുള്ളൊരു വിചാരമുണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അറിയിക്കുക. ഒന്ന് എഴുന്നേറ്റ് ആരെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമാണ്. ഇനി അതല്ല വൈൻഡപ്പ് ചെയ്യാനാണെങ്കിൽ ചേട്ടാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വർഷത്തെ പ്രോഗ്രാം വളരെ സമഗ്രമായ ഒത്തിരി നല്ല പദ്ധതികളാണ്.
അഭ്യർത്ഥനയാണ്, ഇച്ചിരൂടി വെക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപേക്ഷിക്കുവാണ്. ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് ബുക്ക് കിട്ടുമ്പോൾ, വർക്ക് ബുക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഇതൊന്ന് തുറന്ന് വായിക്കണം. ആദ്യം മുതൽ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്നറിയത്തുള്ളൂ. എൻ്റെ ഇടവകയിൽ കഴിഞ്ഞ വർഷം വാങ്ങിയ പുസ്തകങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കറിയാം മെറ്റീരിയൽസ് ഉണ്ടാകും. അതൊരു വളരെ പ്രധാനപ്പെട്ട പണിയാണ്. നിങ്ങൾക്കറിയാം, ഇന്നലെയൊക്കെ ഞങ്ങൾ രാത്രി 11 മണി വരെ ഇരുന്നാണ് ഇതൊക്കെ വെട്ടിമുറിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അത് കൃത്യമായിട്ട് സോർട്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പോൾ ഇത് വെട്ടി പാക്കറ്റിനകത്ത് കൊണ്ടുവന്ന് ഇപ്പം ഇതുപോലെ എൻ്റെ ഇടവകയിലെ ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചറെ പ്രൊമോട്ടറെ വിളിച്ചു, ആ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾ നോക്കിയോ? ആ സാറേ എല്ലാം റെഡിയാണ്. നിങ്ങളത് വായിച്ചു നോക്കിയാലോ? പുസ്തകം എടുത്തോ? വായിച്ചോ? ആ ഓക്കെ സാറേ, ഞങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാണെന്നൊക്കെ പറഞ്ഞു. VFF തുടങ്ങുന്ന ദിവസം ഞാൻ ചെല്ലുമ്പോൾ കാണുന്നത് സുവിശേഷ സാധനങ്ങൾ എങ്ങനെയാണോ പാക്ക് ചെയ്ത് കൊടുത്തത് അതേപോലെ തന്നെ കെട്ടായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സിസ്റ്ററും ബാക്കിയുള്ളവർ വരുമ്പോൾ സാറേ ഇത് എന്താ ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ല, ഞാനിപ്പോഴാണ് ഈ പുസ്തകം കാണുന്നത് പറഞ്ഞു. അവർ മെറ്റീരിയലൊക്കെ റെഡിയാണെന്ന് പറഞ്ഞ് എന്താണെന്നറിയാമോ? കഴിഞ്ഞ വർഷം വാങ്ങിയ കുറേ ചാർട്ട് പേപ്പറും കുറച്ച് പേപ്പർ കപ്പും ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഇമോജി, പിന്നെ ബോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് ആ ഒരു ബിഗ് ഷോപ്പറും കൊണ്ട് വെച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിട്ടോടെ കൊണ്ട് വെച്ചു. ആരും തുറന്നു നോക്കിയിട്ടില്ല. നമ്മൾ കുറച്ച് വിശ്വസ്തരാകണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ദൈവത്തോടും നമ്മുടെ കുഞ്ഞുങ്ങളോടും 2 പേരുടെ പ്രീതിയെക്കുറിച്ച് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ? മനുഷ്യരുടെയും ദൈവത്തിന്റെ പ്രീതിയിലും ഈശോ വളർന്നു എന്നൊക്കെ പറയുന്നത് സുവിശേഷം. അതേപോലെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു നീതി ഉണ്ടാവണം, ദൈവത്തോട് ആ നീതി നമ്മൾ കാണിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇത് തുറന്ന് വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. എന്നിട്ട് ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. അത് എൻ്റെ ഏറ്റവും വിനീതമായ ഒരു അപേക്ഷയാണ്. നിങ്ങളത് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്തെ ഒരെണ്ണം പോലും നിങ്ങൾ കളയാതെ 15 ആക്ടിവിറ്റിയും ചെയ്യണം. നിങ്ങളുടെ ഇടവകയിലെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് മുഴുവനും ഒരുമിച്ച് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ സാരമില്ല. നിങ്ങൾക്ക് ഓരോ ആഴ്ചയും കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ടല്ലേ? ഏതെങ്കിലും ദിവസങ്ങളിൽ നിങ്ങളുടെ പഠനത്തിന് പുറമെ ഒരു ആക്ടിവിറ്റി കൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ VFFന്റെ ആ ദിവസങ്ങളിൽ നിങ്ങൾക്കത് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടെ വന്ന ഒരച്ഛൻ നെയ്യാറ്റുകരല്ലേ അരുണച്ചൻ പറഞ്ഞതാണ്, ഇത് ക്ലാസ്സുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഇത് VFF നടത്താൻ പറ്റാത്ത ഇടങ്ങളിൽ അവരവരുടെ ക്ലാസ്സുകളിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതൊരു അച്ഛൻ വന്ന് വെളിപ്പെടുത്തിയാണ് POCയിൽ കഴിഞ്ഞ ആഴ്ച. അപ്പം അങ്ങനെ നമുക്ക് ഇതിനോട് കൂടുതൽ സ്നേഹവും പ്രതിബദ്ധതയൊക്കെ പുലർത്താനായിട്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങളെ പറഞ്ഞയച്ച അച്ഛന്മാരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛന്മാർക്ക് ഇത് ഇടവകയിൽ എത്രമാത്രം നന്നായിട്ട് നടത്തണമെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. കാരണം അവർക്ക് പുസ്തകം പരിചയമില്ല. അതുകൊണ്ട് നിങ്ങൾ പോയി ഇത് പരിചയപ്പെടുത്തുക. സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഡയറക്ടറെ കൊണ്ട് ഈ VFFന്റെ ഈ വർഷത്തെ സിലബസിനെ കുറിച്ച് ഒരു റിവ്യൂ എഴുതിച്ച് തരിക. നിങ്ങൾക്കും അത് ചെയ്യാവുന്നതാണ് അല്ലേ? നല്ലൊരു റിവ്യൂ ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് KRCBC പരിഗണിക്കും. ഇത്തവണ 2 സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഈ VFFന്റെ സ്കിറ്റുകൾ നന്നായി ചെയ്യുന്നവർക്ക് സമ്മാനമുണ്ട്. 7000 രൂപ മുതലുള്ള സമ്മാനമുണ്ട്. അതുപോലെ ആക്ഷൻ സോങ്, നമ്മുടെ ഈ 5 പാട്ടുകളുടെ ആക്ഷൻ നന്നായി ചെയ്യുന്നവർക്കും മാനദണ്ഡങ്ങൾ അനുസരിച്ച് 1, 2, 3 സ്ഥാനങ്ങൾക്ക് 7000 രൂപ മുതൽ ഉള്ള സമ്മാനങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ സമ്മാനാർഹരായി തീരട്ടെ. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. മെറ്റീരിയൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്നുള്ളതല്ല. നിങ്ങളത് സാമഗ്രികളൊക്കെ 2 തരത്തിലുള്ള സാമഗ്രികളാണുള്ളത്. ഒന്ന്, നമുക്ക് ഈ ഹാൻഡ് ബുക്ക്, വർക്ക് ബുക്ക്, വർക്ക്ഷീറ്റുകൾ, ഈ 3 തരത്തിലുള്ള മെറ്റീരിയലുകൾ നമുക്ക് ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് കിട്ടും. പിന്നെ ഓരോ ആക്ടിവിറ്റിയും ചെയ്യാനായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്ത് തന്ന പേപ്പറുകളുണ്ട്, ഇവിടെ എഴുതി വെച്ച സാധനങ്ങളുണ്ട്, ഇവിടെ ഒട്ടിച്ച സംഗതികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറെ മെറ്റീരിയൽസ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി അവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ ഈ ഈ പവർ പോയിന്റ് പ്രസന്റേഷന്റെ ഇതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. നിങ്ങൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാകും. ഇത് സ്പീഡിൽ ഒരു സാറ് മലയാളമൊന്നും ടൈപ്പ് ചെയ്യാൻ അറിയാത്ത സാറാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് അക്ഷരത്തിൽ നോക്കി നിങ്ങൾ മാർക്കിടരുത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി.
ഓക്കെ, താങ്ക് യു. വചനം നന്നായി ശ്രവിച്ചിടുകിൽ അനുഗ്രഹം